ഹലോ, വെൽക്കം ബാക്ക്. അനുസിയമ്മ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എത്രത്തോളം ജ്യൂസി ആണെന്നുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ബോൺലെസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ബോൺ ഉള്ളതായാലും എടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാരിനേഷൻ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് മുക്കി പൊരിക്കണം എന്നില്ല, ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു ഞാനപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പകുതി സബോള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി തക്കാളിയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ വാട്ടിയെടുക്കാന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കുക്കാക്കി എടുക്കണം എന്നില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അത് മിക്സ് ആക്കിയതിന് ശേഷം ഇതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയ സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനപ്പോൾ ഒരു 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഒറിഗാനോ, ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതൊരുപാട് കട്ടിയാക്കി അങ്ങനെ എടുക്കരുത്. ഇതേപോലെ ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, എന്നാലാണ് നല്ല ജ്യൂസിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് കട്ടിയായി പോവാതിരിക്കാനായിട്ട് നോക്കണം. ഇനി വേണ്ടത് ഇതേപോലത്തെ ഒരു ബണ്ണാണ്. ഞാനിപ്പോൾ ഇവിടെ ബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തെടുത്ത ഭാഗം മാറ്റി വെച്ചിട്ട് ഈ ബണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചും കൂടി എടുത്ത് മാറ്റണം. ബ്രെഡ് എടുത്ത് നീക്കുമ്പോൾ ഒരുപാട് എടുത്ത് മാറ്റരുത്. അങ്ങനെ ആകുമ്പോൾ ഈ ബണ്ണ് നല്ല തിന്നായിട്ട് കഴിക്കുമ്പോൾ വെറുതെ മസാല കഴിക്കുന്ന പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് ബ്രെഡ് വെച്ചിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും എല്ലായിടത്തുനിന്നൊക്കെ ആയിട്ട് കുറച്ചേശ്ശെ എടുത്തിട്ട് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഒരു 1.5 സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്ക് ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി വേണ്ടത് സ്ലൈസ് ചീസാണ്. ഞാനപ്പോൾ ഒരു സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ചീസ് എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു ചീസിൻ്റെ പകുതി ഭാഗം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി മസാല വെച്ച് കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ബർഗർ ബണ്ണിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ബണ്ണിലായാലും ഇത് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒറ്റ ലെയർ മസാല വെച്ച് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ വലിപ്പമുള്ള ബണ്ണായത് കൊണ്ടാണ് ഇങ്ങനെ 2 ലെയറായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ബാക്കി വന്നിട്ടുള്ള ചീസ് മുഴുവനായിട്ടും നേരത്തെ പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് കുറച്ച് തിക്നെസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊസല്ല ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് ചീസ് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള 2 കൂടി ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചീസ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം നേരത്തെ തന്നെ അടുപ്പത്തൊന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചൂടായ പാത്രത്തിലേക്ക് ബണ്ണ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു ചീസ് ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പകരം വേണമെന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്തിട്ടായാലും എടുക്കാം.
അപ്പോൾ അത് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചപ്പോഴത്തേനും തന്നെ ചീസൊക്കെ അത് നല്ല അടിപൊളിയായി തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബണ്ണ് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം എന്താ നല്ല അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത്. ഇഫ്താറിനോ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.